നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ വൃക്കരോഗികളുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ. തെറ്റായ ജീവിതശൈലി, ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. വൃക്കരോഗങ്ങളുടെ ചികിത്സാ രീതികൾ പല ഘട്ടങ്ങളിലാണ്. പലപ്പോഴും ഡയാലിസിസിനെയാണ് ഇവർക്ക് ആശ്രയിക്കേണ്ടി വരിക. എന്താണ് ഡയാലിസിസ്? എപ്പോൾ തുടങ്ങണം? ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഡയാലിസിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ റിനൈ മെഡ് സിറ്റിയിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ സൂരജ് വൈ.എസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം വൃക്കരോഗങ്ങൾ ഉള്ളവരുടെ മുൻകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കാം. ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, കൂടുതൽ പേർക്ക് ഇത്തരം അസുഖങ്ങളുള്ളതായി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കൂടുന്നതാണോ? അതെ അതെ അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൂടി വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ഡയബറ്റീസിൻ്റെ അളവ് കൂടി. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളമാണ് ഇന്ത്യയിൽ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു 15 to 20 years ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വൃക്കരോഗത്തിലേക്കും ഡയാലിസിസിലേക്കും വൃക്ക മാറ്റിവെക്കലിലേക്ക് വഴിതെളിക്കും. പിന്നെ ഉള്ളത് പ്രഷറാണ്. പ്രഷറും ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടി വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, ഒത്തിരി സ്ട്രെസ്സസ്, നമ്മുടെ ജോബ്സ്, ഫുഡ് ഹാബിറ്റ്സ്, അതായത് ഒത്തിരി ഉപ്പ്, ഫാസ്റ്റ് ഫുഡ്, അതെല്ലാം കാരണം ഇന്നത്തെ കാലത്ത് പ്രഷറിൻ്റെ ഇൻസിഡൻസും വളരെയധികം കൂടി വരികയാണ്. പ്രഷറും ഈ ഷുഗർ പോലെ തന്നെ ഒത്തിരി ഡേഞ്ചറസ് ആണ്. കാരണം ഇതും ഈ വൃക്കരോഗത്തിലേക്ക് വഴിതെളിക്കാം. പിന്നെയുള്ളത് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന ഒബീസിറ്റി, കല്ലുകളുടെ അളവ്, ഹൈപ്പർയൂറിസീമിയ, ഇതെല്ലാം വൃക്കരോഗങ്ങളിലേക്ക് വഴിതെളിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ അഡ്വാൻസസ് എന്ന് പറയുന്ന ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെ ഫെസിലിറ്റീസ് അല്ല, ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. ഒരു 15 വർഷം മുമ്പ് എറണാകുളത്ത് മാത്രമേ ഡയാലിസിസ് ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടൗണിലും അറ്റ്ലീസ്റ്റ് ഒരു ഡയാലിസിസ് യൂണിറ്റ് എങ്കിലും ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ലോഞ്ചിവിറ്റി, ഈ മെഡിക്കൽ ഫെസിലിറ്റീസിൻ്റെ ഈസി ആയിട്ടുള്ള അവൈലബിലിറ്റി, ഇതെല്ലാം കാരണം ആൾക്കാർ ഒത്തിരി ജീവിക്കുന്നുണ്ട്. ഇപ്പം കിഡ്നി രോഗം വരുമ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ ചികിത്സകൾ. ഈ ഡയാലിസിസിലേക്ക് എത്തുന്ന ഒരവസ്ഥ എപ്പോഴാണ് ഡയാലിസിസ് പറയുന്നത്? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ, അതായത് വൃക്കകൾ രണ്ടും പ്രവർത്തനം നിലച്ചു. അപ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങൾ കൂടി വരുമ്പോൾ ഈ മാലിന്യങ്ങളെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള, അതായത് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൃക്കപരാജയം എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. അപ്പോൾ ബേസിക്കലി ഒന്ന് അക്യൂട്ട് റീനൽ ഫെയിലർ, അതായത് പുള്ളിയുടെ ഒരു പേഷ്യൻറ്റിൻ്റെ യൂറിയ ക്രിയാറ്റിനൊക്കെ നോർമലായിരുന്നു, പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പോൾ അത് ഒന്നുകിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ പാമ്പ് കടി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മരുന്നുകളും ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം, അതായത് ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് വരുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് റീനൽ ഫെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഒത്തിരി കൂടി വരുമ്പോൾ അവർക്ക് ഡയാലിസിസിൻ്റെ ആവശ്യം വരും. പിന്നെ ഉള്ളത് ഈ ക്രോണിക് റീനൽ ഫെയിലർ, അതായത് ഷുഗർ, പ്രഷർ, ഇങ്ങനെ ഈ മുതലായിട്ടുള്ള കണ്ടീഷൻസ് കാരണം വളരെ പതുക്കെ ഇങ്ങനെ വൃക്ക പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഡയാലിസിസിൻ്റെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ 2 പേർക്കും ഈ ശരീരത്തിലെ മാലിന്യങ്ങൾ കൂടുകയാണ്. ശരീരത്തിന് ഒരു പരിധിവരെ ഈ മാലിന്യങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മേലിലാണ് അത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഡോക്ടർ, ഇപ്പം അക്യൂട്ടായിട്ടുള്ള അവസ്ഥകൾക്ക് പലപ്പോഴും പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡയാലിസിസ് ആണെങ്കിലും ഇവർക്ക് ഒരുപാട് നാൾ തുടരേണ്ടി വരുന്നുണ്ടോ? ഇല്ല, നമുക്ക് സാധാരണ ഒരു റീനൽ റിക്കവറി എന്ന് പറയുന്നത് സാധാരണ ഒരു 4 to 8 വീക്സ് ആണ് സാധാരണ പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു എല്ല് പൊട്ടിയെന്ന് വെച്ചോളൂ. അപ്പോൾ എല്ല് ഉണങ്ങാനായിട്ട് സാധാരണ ഒരു 3 ആഴ്ച എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ കിഡ്നിക്ക് ഒരു ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കിഡ്നിക്ക് ഒരു ടെമ്പററി ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വൃക്കയിലെ ഈ സ്ഥിതി റെഡിയാകാനായിട്ട് ഒരു 4 to 8 വീക്സ് എടുക്കും. അപ്പോൾ അതുവരയ്ക്കും നമ്മൾ ഈ മാലിന്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചിലർക്ക് നമ്മൾ ദിവസവും ചെയ്യേണ്ടി വരും, ചിലർക്ക് 1.5 അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷേ വൺസ് അവരുടെ മൂത്രമൊക്കെ നല്ലവണ്ണം വരുന്നുണ്ട്, അവരുടെ ഈ മാലിന്യങ്ങളുടെ അളവ് തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ഡയാലിസിസ് നിർത്താം. അപ്പോൾ അത്തരം അവസ്ഥകളിൽ ഇപ്പം റീനൽ ഫെയിലിയർ എന്ന് തന്നെയാണല്ലോ അതിനും പറയുന്നത്. അപ്പോൾ തിരിച്ച് പ്രവർത്തനം സാധാരണ രീതിയിലേക്ക് എത്തുന്നുണ്ടോ? അതെ, നല്ലൊരു ശതമാനവും, അതായത് ഒരു 80% മേളിൽ റിക്കവറി ഉണ്ടാകാറുണ്ട്.
ഓക്കെ. പിന്നീട് അവർ ഇത്തരം കാര്യങ്ങൾക്ക് ചികിത്സ ഫോളോ അപ്സ് ഒക്കെ കൃത്യമായി നടത്തേണ്ടതുണ്ട്. അവർക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് പണ്ടെപ്പോഴെങ്കിലും ഇതേപോലെ ഒരു അക്യൂട്ട് റീനൽ ഫെയിലർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കിങ്ങനെ ഈ ക്രോണിക് റീനൽ ഫെയിലർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബാക്കിയുള്ള പോപ്പുലേഷനൊക്കെ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. എല്ലാ മാസവും വരേണ്ട കാര്യമില്ല. 6 months അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും അവർ ആ ടെസ്റ്റുകളൊന്ന് ചെയ്ത് ഒന്ന് വന്ന് കാണിക്കേണ്ടി വരും. ക്രോണിക് റീനൽ ഫെയിലിയർ വരുമ്പോൾ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു 2 വൃക്കകളും പ്രവർത്തന തകരാറിലാകുമ്പോൾ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അപ്പോൾ ഒരു വൃക്കയ്ക്ക് പ്രവർത്തനമുണ്ട്, കൃത്യമായി സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വൃക്ക തകരാറിലാണെങ്കിൽ ഡയാലിസിസ് വേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ പലർക്കും ജന്മനാലെ ഒരു വൃക്ക മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവരുടെ നോക്കുകയാണെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ജീവിക്കാറുണ്ട്. പിന്നെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കാറുണ്ട് പലരും അവരുടെ നല്ല മനസ്സുകൊണ്ട് വൃക്ക കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ ഡോണേഴ്സിനും നമ്മൾ ഈ ലോങ് ടേം ഫോളോ അപ്പ് ഉള്ളപ്പോൾ അവർക്കും ഇതേപോലെ തന്നെ നല്ലൊരു സർവൈവൽ റേറ്റാണ്, അവർക്കും പ്രശ്നമില്ല. അപ്പോൾ ഈ 2 വൃക്കുകളും ഫെയിലാകുമ്പോൾ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാകാറുള്ളൂ. അല്ല, പലപ്പോഴും ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട്, അതായത് വീഗാർഡ് ഓടുന്ന ഒറ്റ കിഡ്നിക്ക് മേലാണ്. കാരണം നമ്മൾ മിസ്റ്റർ ചിറ്റിലപ്പള്ളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ഒരു കിഡ്നി കൊടുത്ത് ഹീ ഈസ് ഡൂയിങ് വെൽ. പിന്നെ ഫാദർ ഫ്രാൻസിസ് ചെറമേൽ, പുള്ളി പ്ലെയിനിന് പുറത്ത് നിന്ന് 30,000 feet മേലെ നിന്ന് ചാടി, ഹീ ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഒത്തിരി അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ലിവിങ് എക്സാമ്പിൾസാണ്. ഒരു കിഡ്നി മതി നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ഒരു വൃക്ക പ്രവർത്തന തകരാറിലാകുന്ന ഒരാളുടെ കാരണങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ കാരണങ്ങളെ ചികിത്സിച്ച് മാറ്റിയാൽ ഒരു വൃക്ക കൊണ്ട് പ്രശ്നങ്ങളില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണോ പറയുന്നത്? അതായത് ഒരു വൃക്ക സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം ഒന്നുകിൽ കല്ലുകളാണ്. അതായത് കല്ലുകൾ വന്ന് ബ്ലോക്ക് ആകുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൃക്കയിൽ ലോങ് സ്റ്റാൻഡിങ് ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ റിഫ്ലക്സ് വരിക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു വൃക്ക മാത്രം വൃക്ക പരാജയം ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൃക്ക ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സിക്കണം. കാരണം നമുക്ക് ദൈവം 2 വൃക്ക തന്നിട്ടുണ്ട്, ചുമ്മാതല്ല നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടേതാണ്. മാത്രമല്ല അവരുടെ റിസർവ് കൂടി. നമുക്ക് ഡയാലിസിസിലേക്ക് തന്നെ തിരിച്ചു വരാം. ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആരിലെല്ലാമാണ് ഈ ഡയാലിസിസ് ഫലപ്രദമാകുക? അവരെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡയാലിസിസ് തുടങ്ങുന്നത്? ഓക്കെ. അപ്പോൾ അതായത് നമ്മുടെ കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ സ്റ്റേജ് 1 to stage 5 ആണ് CKD സ്റ്റേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നമ്മുടെ ക്രിയാറ്റിനിൻ വാല്യൂ അനുസരിച്ച് വൃക്കയുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഈ CKD വഴി ചെയ്യുന്നത്. അപ്പോൾ CKD സ്റ്റേജ് 5 അല്ലെങ്കിൽ GFR 15 താഴെയാകുമ്പോഴാണ് നമ്മൾ ഈ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് GFR 10 താഴെയാണ്, അല്ലെങ്കിൽ സിംറ്റംസ് ആണ്. അതായത് നമുക്ക് ഒരു രോഗിയുടെ ക്രിയാറ്റിനിൻ ഒരു 6 ആണ്, പുള്ളിക്ക് അടിക്കടി ഇങ്ങനെ ശ്വാസം മുട്ടൽ വരുന്നുണ്ട്, സാധാരണ മരുന്നിലൊന്നും കൺട്രോൾഡ് ആകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി വിശപ്പ് കുറവാണ്, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ഒത്തിരി ഛർദ്ദിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഇൻഡിക്കേഷൻസ് ആണ്. അതായത് ശരീരത്തിന് ഉള്ള മാലിന്യങ്ങളുടെ അളവ് കൂടി, ഇനി ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ചില ആൾക്കാരിൽ, അതായത് എസ്പെഷ്യലി ഈ ഷുഗറുള്ള ആൾക്കാരും ഈ ഹാർട്ട് കണ്ടീഷനുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ക്രിയാറ്റിനിൻ ഒരു 3-4 ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അവർക്ക് ഈ ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് അടിക്കടി ഇങ്ങനെ ഹോസ്പിറ്റലൈസേഷൻസും മാസത്തിൽ തന്നെ 1-2 പ്രാവശ്യം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും ശ്വാസം മുട്ടൽ കാരണം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഏർലി ഡയാലിസിസ് പലപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഇവർ ഹോസ്പിറ്റലൈസ്ഡ് ആകണമെന്ന് നിർബന്ധമുണ്ട്? ഇല്ല, നമ്മൾ ആദ്യത്തെ ഒരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഡയാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, മീൻസ് ഹോസ്പിറ്റലൈസേഷൻ അഡ്വൈസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ കാരണം നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ഹൈ യൂറിയ ക്രിയാറ്റിനിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒത്തിരി കുറയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ടാകാം. അപ്പോൾ അത് ഒഴിവാക്കാനും രോഗിയെ ഒന്ന് മോണിറ്റർ ചെയ്യാനുമാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ദിവസത്തേക്കൊരു ഹോസ്പിറ്റലൈസേഷൻ അഡ്വൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഡയാലിസിസ് എന്ന് പറയുന്നത് പ്യുവർലി ഔട്ട് പേഷ്യൻ്റ് ബേസിസ് ആണ്. അതായത് ഡയാലിസിസ് യൂണിറ്റിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കും. അതായത് ഈ ദിവസം ഈ സമയത്ത് വരിക, ആ സമയത്ത് വന്ന് ഒരു 4 മണിക്കൂർ ചെയ്തിട്ട് തിരിച്ച് അവർക്ക് വീട്ടിലേക്ക് പോകാം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഓക്കെ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. അപ്പോൾ ഡോക്ടർ, ഡയാലിസിസ് തന്നെ പല പേഷ്യൻസിലും നമുക്ക് കേൾക്കാം, ചിലർ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ടെന്ന് കേൾക്കാം, ചിലർ ആഴ്ചയിൽ കുറച്ചുകൂടി കൂടുതൽ പ്രാവശ്യം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പോകുന്നത്. എങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നത്? അപ്പോൾ അതിൻ്റെ കാരണം, അതായത് നമ്മുടെ ഓരോ ബോഡി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതായത് ഓരോ ബോഡിയിലും നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്
വേറെ വേറെയാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന പോലത്തെ പ്രവർത്തനമായിരിക്കില്ല മാഡത്തിൻ്റെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരുടെ ഈ യൂറിയ ജനറേഷൻ എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലായിരിക്കും. പിന്നെ ചിലരുടെ ഈ വെയിറ്റ് ഗെയിൻ, അതായത് നമ്മൾ ഈ 2 ഡയാലിസിസിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 2 കിലോയിൽ കൂടുതൽ അഡ്വൈസ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം നമ്മൾ ഡയാലിസിസിൻ്റെ സമയത്ത് ഈ ഫ്ലൂയിഡും കൂടി വലിച്ചു കളയും, എക്സ്ട്രാ ഫ്ലൂയിഡ്. അപ്പോൾ ഈ 2 ലിറ്ററിൽ കൂടുതൽ മാറ്റുമ്പോൾ പെട്ടെന്ന് BP കുറയാനും ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഡയാലിസിസ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നത് ബേസ് ചെയ്യുന്ന ഒന്ന് നമ്മുടെ ഈ ശരീരത്തിലെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ജനറേഷൻ, പിന്നെ ഉള്ളത് ഈ ഫ്ലൂയിഡ് വെയിറ്റ് ഗെയിൻ. ഈ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ജനറേഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഗെയിൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 2 or 3 വേണ്ടി വരും. ഇത് രണ്ടും വലിയ കുഴപ്പമില്ല, ആൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 മതിയാവും. എന്താണ് ഡയാലിസിസ് എന്ന പ്രോസസ്സ്? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്തിട്ട് അതൊരു ഫിൽറ്ററുണ്ട്, ഡയാലൈസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫിൽറ്റർ വഴി ആ രക്തത്തെ അതിൽ കൂടി കയറ്റി തിരിച്ച് അതേ രക്തം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്ന പ്രോസസ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ ഡയാലിസിസ് മെഷീൻ എന്നുള്ള സംശയമായിരിക്കാം. അപ്പോൾ ഈ നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് മാറ്റുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കണം. അതായത് ഒന്ന്, നമ്മൾ റിമൂവ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണോ, അതൊരു കോൺസ്റ്റൻ്റ് ആണോ, നമുക്കത് പറ്റുന്ന ഒരു റേറ്റിനാണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഈ ശരീരത്തിലെ ഒത്തിരി ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതെല്ലാമാണ് ഈ ഡയാലിസിസ് മെഷീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വേണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ടെമ്പറേച്ചർ കുറയാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഡയാലിസിസ് മെഷീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഓക്കെ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്താണ് സംശയം? രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ എൻ്റെ ഒരു ബ്രദർ ഡയാലിസിസ് വീട്ടിൽ ഹോം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഹോം ഡയാലിസിസ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡയാലിസിസ് നിർത്താൻ കഴിയുമോ? CAPD ആണോ അതോ ഹോം ഹീമോ ഡയാലിസിസ് ആണോ? ഹോം ഹീമോ ഡയാലിസിസ്. വീട്ടിൽ തന്നെ മെഷീൻ വാങ്ങി വെച്ചിട്ട് ചെയ്യുന്നതാണ്. മെഷീൻ ഇല്ല, അത് ലിക്വിഡ് കൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് CAPD ആണ്. ഓ. CAPD എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലേക്ക് ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് ഈ വയറ്റിനകത്ത് കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട്, ചെറിയ ബ്ലഡ് വെസൽ, കാപ്പിലറീസ് എന്ന് പറയും. അപ്പോൾ ഈ കാപ്പിലറീസ് വഴി നമ്മുടെ ഈ ശരീരത്തിലെ യൂറിയ ക്രിയാറ്റിനെല്ലാം ഈ ക്ലിയർ ചെയ്യുന്നതിനെയാണ് CAPD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് ഈ വയറ്റിലേക്ക് ഒരു സ്പെഷ്യൽ ലായനി വയറ്റിലേക്ക് കയറ്റിയിട്ട് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ അതവിടെ വെച്ചിട്ട് ഇതേ ലായനി തന്നെ ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനാണ് CAPD എന്ന് പറയുന്നത്. അപ്പോൾ CAPDയുടെ അഡ്വാൻറ്റേജസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിവസവും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ്, കുറച്ചുകൂടി റിമൂവൽ ബെറ്ററാണ്. പിന്നെ ഉപ്പിൻ്റെ അളവ് വേണേൽ കുറച്ചൊന്ന് കൂട്ടാം, കാരണം ഇത് സോഡിയം ഒന്ന് സീവ് ഔട്ട് ചെയ്യും. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ചുകൂടി ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്. കാരണം നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നൈറ്റ് ചെയ്താൽ മതി, അതായത് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നൈറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ ഉള്ളത് ആഴ്ചയിൽ 3 ദിവസം ആശുപത്രിയിൽ വരേണ്ട കാര്യമില്ല, മാസത്തിലൊരിക്കൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡോക്ടറെ ഒന്ന് റിവ്യൂ ചെയ്താൽ മതിയാവും. പക്ഷെ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന ആള് കുറച്ച് ട്രെയിൻഡ് ആയിരിക്കണം അല്ലേ? ചെയ്യുന്ന ആൾക്ക് കുറച്ചൊരു, അതായത് ഒരു പ്രോട്ടോകോൾസ് ഉണ്ട്. നമുക്കൊരു വലിയ ബിരുദമൊന്നും വേണമെന്നില്ല ഇത് ചെയ്യാനായിട്ട്. അതായത് ഈ സ്റ്റെപ്സ് ഉണ്ട്, അതായത് ഓരോ സ്റ്റെപ്പും ക്ലീനായിട്ട് ചെയ്യണം, അത് കറക്റ്റായിട്ട് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു മാർഗമാണിത്. മറ്റൊരു മാർഗം ഏതാണ്? വേറൊരു മാർഗം എന്ന് പറയുന്നത് ഹോം ഹീമോ ഡയാലിസിസ് ആണ്. ഹോം ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന അതേ പ്രക്രിയ നമ്മൾ വീട്ടിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വീട്ടിലത്തേക്ക് ഒരു ചെറിയൊരു റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നല്ല വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആവശ്യമുണ്ട്. പിന്നെ വീട്ടിലേക്ക് വേണ്ടി അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ്റെ ആവശ്യമുണ്ട്. അത് ഒന്നുകിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന അതേ മെഷീനാകാം, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ടൈപ്പ് മെഷീൻസ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വേണം. പിന്നെ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാനില ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനക്കരുത്തും അത് ചെയ്യാനുള്ള ചെറിയൊരു എക്സ്പെർട്ടൈസും വേണം. പക്ഷേ പലയിടത്തും വിദേശത്തൊക്കെ ഹോം ഹീമോ ഡയാലിസിസ് ഇപ്പോൾ ഒത്തിരി പ്രചാരം വരുന്നുണ്ട്. കാരണം നമുക്ക് ആ മെഷീൻസിന് നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ആ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് ഓൾട്ടർ ചെയ്യുകയോ മോണിറ്റർ ചെയ്യുകയോ ചെയ്യാവുന്ന ഒത്തിരി ഫെസിലിറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പക്ഷേ അത് അത്രയ്ക്ക് പ്രചാരത്തിലായിട്ടില്ല. കാരണം ഒന്ന്, ആൾക്കാർക്ക് പേടിയാണ്, പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ടെക്നോളജി ലിമിറ്റഡ് ആണ്.
ഡോക്ടർ, ഇപ്പം ഡയാലിസിസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ചെറിയ ഭയം, അതായത് കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ സാധാരണയായിട്ടുണ്ടാകുന്ന പോലെ തന്നെ ഒരു ഭയമാണ് ഡയാലിസിസിനെ കുറിച്ച്. വേദന ഉണ്ടാകുമോ, ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഛർദി ഉണ്ടാകുമെന്ന് ചിലർ പറയും, മുടി പൊഴിയുമെന്ന് ചിലർ പറയും. എന്താണ് ഇത്തരം ധാരണ? ഇത് തെറ്റായ ധാരണയാണോ ശരിയായ ധാരണയാണോ? ഓക്കെ, അപ്പോൾ എല്ലാ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് പോലെ ഡയാലിസിസിന് അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സാധാരണ കിഡ്നി എന്ന് പറയുന്നത് ദിവസവും 24 hours വർക്ക് ചെയ്ത് വർഷത്തിൽ 365 വർഷം വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ ഇതേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ 12 മണിക്കൂർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഇതിനൊരു റീപ്ലേസ്മെൻ്റ് അല്ല. നമ്മുടെ ഒരു കിഡ്നിയുടെ മിനിമം ഫംഗ്ഷൻ ഡയാലിസിസ് വഴി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഡയാലിസിസിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഡയാലിസിസിൻ്റെ സമയത്ത് ചിലപ്പോൾ BP കുറയാം, ചിലപ്പോൾ ഷുഗർ കുറയാനുള്ള സാധ്യതകളുണ്ട്. ഡയാലിസിസിൻ്റെ സമയത്ത് ഛർദിലും ഇതൊക്കെ വരാം. പക്ഷേ അത് നമ്മൾ ആ രോഗിയുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു പരിധി വരെ ഈ കോംപ്ലിക്കേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, 2 ഡയാലിസിസിൻ്റെ ഇടയ്ക്കുള്ള വെയിറ്റ് ഗെയിൻ 2 കിലോയിൽ കൂടുതൽ ഉണ്ടാകാതിരിക്കുക. കാരണം നമ്മൾ ഈ ഡയാലിസിസിൻ്റെ ഇടയ്ക്ക് വെള്ളം വലിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഒത്തിരി BP കുറയാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ കുറയ്ക്കുക. പിന്നെ രണ്ടാമത്തേത് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ മൂന്നാമത്തേത് ന്യൂട്രീഷൻ. അപ്പോൾ നമ്മൾ ഡയാലിസിസിലേക്ക് പോകുമ്പോൾ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കൂടും. അപ്പോൾ പഴയതുപോലെയുള്ള നമ്മൾ വളരെ സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക് പോകരുത്, കുറച്ചുകൂടി പ്രോട്ടീൻസ് കഴിക്കണം. പക്ഷേ വെള്ളം സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഈ ഭക്ഷണ രീതികൾ എന്തൊക്കെയാ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലേ? കഴിഞ്ഞവർക്ക് ഭക്ഷണ രീതികൾ എന്താണെന്നുള്ള. ഓക്കെ, നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഭക്ഷണം എന്ന് പറയുന്നത് പ്രീ ഡയാലിസിസിനേക്കാളും കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ചെയ്യാം. എസ്പെഷ്യലി നമ്മൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കഴിക്കണം. മുമ്പ് നോൺ വെജ് ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി, അതായത് ദിവസം ഓരോ മുട്ട വെച്ച് കഴിക്കാം. ആഴ്ചയിൽ 1-2 ദിവസം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം, മീനോ ഇറച്ചിയോ കഴിക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ അതായത് നമ്മൾ ഡോക്ടർ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പോയി 2 ലിറ്റർ വെള്ളം കുടിക്കരുത്. വെള്ളമെന്ന് പറയുന്നത് നമ്മുടെ മൂത്രത്തിൻ്റെ അളവും വെയിറ്റ് ഗെയിനും അനുസരിച്ചിട്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. പിന്നെ ഉപ്പിൻ്റെ അളവ് കൺട്രോൾ ചെയ്യണം. കാരണം ഉപ്പ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും BP കൂടും, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, അപ്പം ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗി, ഇപ്പോൾ പല പ്രായത്തിലുള്ളവർക്ക് പ്രമേഹ രോഗം ഇപ്പോൾ വരുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 45-50 വയസ്സ് കഴിഞ്ഞാലേ നമുക്കിത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഈ പ്രായം ഒരു ഘടകമാണോ എന്നുള്ളതാണ് ഡയാലിസിസിന്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയാലിസിസിൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് ഒരു 5 years ഒരു 60% ആണ്. പക്ഷേ ട്രാൻസ്പ്ലാന്റിൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് 5 years ഒരു 80 to 90% ആണ്. അതേസമയം ഒരു 10 years ആകുമ്പോഴത്തേക്കും ട്രാൻസ്പ്ലാന്റ് സർവൈവൽ 70 to 80% ആണ്. പക്ഷേ ഡയാലിസിസിൻ്റെ സർവൈവൽ 30% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 100 പേർക്ക് ഡയാലിസിസ് തുടങ്ങി 100 പേർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരിൽ ഒരു 70 മുതൽ 80 ആൾക്കാർ വരെ ജീവനോടുണ്ടാവും. ഡയാലിസിസിൽ ഒരു 30 ആൾക്കാർ മാത്രമേ ജീവനോടുണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പമാണെങ്കിൽ എപ്പോഴും ട്രാൻസ്പ്ലാന്റ് ആണ് ക്രോണിക് റീനൽ ഫെയിലിയറിനുള്ള ഐഡിയൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ചിലർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ രോഗത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് സാമ്പത്തികം അനുവദിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി കണ്ടീഷൻ ഒത്തിരി വീക്കായിരിക്കും, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർ ഡയാലിസിസിൽ ദേ ഡു വെരി വെൽ, അതായത് 16 മുതൽ 20 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ എന്നാലും അവർ എക്സെപ്ഷൻസ് ആണ്, അവരൊരു റൂളല്ല. ജന്മനാ ഉള്ള വൃക്കരോഗങ്ങൾക്ക് ഡയാലിസിസ് ഒരു ചികിത്സ രീതിയായി ആകാറുണ്ടോ? ഓക്കെ, അത് നമുക്ക് 2 പാർട്ടായിട്ട് നോക്കാം. ഒന്ന്, ഈ ചെറുപ്പത്തിൽ തന്നെ വൃക്ക പരാജയം വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ ചെറിയ കുട്ടികളിൽ നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന്, കാരണം അവരുടെ ബോഡി സർഫസ് ഏരിയ തീരെ കുറവാണ്. അപ്പോൾ തീരെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് സ്പെഷ്യൽ മെഷീൻസ് വേണം, അത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ CAPD ആണ് അവർക്ക് റെക്കമെൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ CAPD ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പോയി ചെയ്യാം, നമുക്ക് ചെയ്യേണ്ട ലായനിയുടെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാം. മാത്രമല്ല അവർ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ചുകൂടി ബെറ്ററാണ് CAPD എന്ന് പറയുന്നത്.
കുറച്ചുകൂടി പ്രായമുള്ള കുട്ടികളാണ്, അഡിക്വേറ്റ് ആയിട്ടുള്ള ഹൈറ്റും വെയിറ്റും ആണെങ്കിൽ നമുക്ക് അവർക്ക് സാധാരണ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പ്രമേഹ രോഗികൾക്കാണല്ലോ ഈ വൃക്കയുടെ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൃക്കയുടെ പ്രവർത്തന തകരാറിലേക്ക് ഇത് നയിക്കാതെ ഇരിക്കുന്നു? ഓക്കെ, നമ്മൾ ഈ ഡയബറ്റീസിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇന്നൊരാൾക്ക് ഷുഗർ വന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ അവർക്കൊരു 5 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അൺകൺട്രോൾഡ് ആണെങ്കിൽ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞ് വളരെ ചെറിയ തോതിലുള്ള ഒരു പ്രോട്ടീൻ ലീക്കേജ് വരും. അപ്പോൾ 10 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഓവേർഡ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു 3 grams 4 grams മുതലുള്ള പ്രോട്ടീൻ വരും. അപ്പോൾ ഒരു 12 to 15 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും വൃക്കപരാജയത്തിലേക്ക് പോകും. ഒരു 20 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഡയാലിസിസിലേക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കറിയാം, അതായത് ഒത്തിരി പഠനങ്ങൾ കൊണ്ട് ഇതാണ് ഷുഗറുള്ള ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ഷുഗറുള്ള ഒരാൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ HbA1c എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു പാരാമീറ്റർ ഉണ്ട്, അത് 7 താഴെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഉള്ളത് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ എല്ലാ വർഷവും ഈ ടാർജറ്റ് ഓർഗൻ ഉള്ള ടെസ്റ്റുകൾ ചെയ്യണം. അതായത് കണ്ണ് നോക്കിയിട്ട് കണ്ണിനകത്ത് റെറ്റിനോപ്പതി ഉണ്ടോ എന്ന് നോക്കണം, ഈ 24 hours യൂറിൻ പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കണം, ഈ ബ്ലഡ് യൂറിയ സീറം ക്രിയാറ്റിനിൻ ഈ ടെസ്റ്റുകൾ നോക്കണം, പിന്നെ യൂറിൻ റുട്ടീൻ. അപ്പോൾ ഈ 4 ടെസ്റ്റുകൾ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി ചിലവ് വരുന്നില്ല. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കലെങ്കിലും നോക്കുക. അടുത്ത ഒരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഞാനിപ്പോ ചോദിച്ചത് എനിക്ക് 62 വയസ്സ്. എനിക്ക് ക്രിയാറ്റിൻ 10 ഉണ്ട്. ഡയാലിസിസിനെ പറ്റി അറിയാനായി. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡയാലിസിസ് ചെയ്യണോന്ന് അറിയാനാ. ഡയബറ്റിക്കിൽ ഹൈപ്പർ ടെൻഷനേ ഉള്ളൂ. ഓക്കെ, താങ്കൾക്ക് നീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വിശപ്പൊക്കെ എങ്ങനെയുണ്ട്? മൂത്രം പോകുന്നുണ്ട്. ഒരു 800 ഒക്കെ രാത്രി പോകും. ഓക്കെ, അപ്പോൾ താങ്കളുടെ ക്രിയാറ്റിൻ 10 ആണ്. അപ്പോൾ 2 വൃക്കയ്ക്കും സാരമായിട്ടുള്ള ക്ഷീണമുണ്ട്. പക്ഷേ താങ്കൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിംറ്റംസ് ഒന്നും നിലവിലില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ ചെയ്യേണ്ടത് ഒരു ഫിസ്റ്റുല എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സർജറി ഉണ്ട്. അപ്പോൾ ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളെ ഭാവിയിൽ ഡയാലിസിസ് വേണ്ടി വരുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ചെറിയ സർജറിയാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ ചെയ്യേണ്ടത് ഫിസ്റ്റുല ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാരണം എന്തെങ്കിലും പനി വന്നു, അല്ലെങ്കിൽ ശ്വാസം മുട്ട് വന്നു, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കത്തീറ്റർ, ഈ ICU സ്റ്റേ അതൊക്കെ കഴിയുന്നത് ഒഴിവാക്കി പെട്ടെന്ന് ഡയാലിസിസ് ചെയ്ത് കഴിയുന്നതും കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജിൽ ചെയ്യേണ്ടത് AV ഫിസ്റ്റുലയാണ്. ഓക്കെ, അപ്പോൾ ഫിസ്റ്റുല ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. അത് നമുക്ക് നല്ല സർജൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സർജറിയാണ്, മൈനർ സർജറിയാണ്. കാരണം ഇപ്പോൾ നല്ല സർജൻസ് എല്ലാം ചെയ്യുന്നത് ലോക്കൽ അനസ്തീഷ്യയാണ്, അവിടെ മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഹോസ്പിറ്റലൈസേഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് പേഷ്യൻസ് രാവിലെ വന്നു കഴിഞ്ഞാൽ അവരത് ചെയ്തിട്ട് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാറാണ് പതിവ്. കൃത്യമായ ചികിത്സാ മാർഗങ്ങളുണ്ട് എന്നത് വളരെ ആശയ്ക്ക് വകയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ജീവിതക്രമത്തിലുള്ള മാറ്റങ്ങൾ മൂലം അല്ലെങ്കിൽ ആഹാരക്രമത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. എന്താണ് ഡോക്ടർക്ക് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്? നമുക്ക് ഇന്നത്തെ കാലത്ത് വൃക്കരോഗങ്ങൾ കൂടി വരികയാണ്. നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ കൊണ്ട് വൃക്കരോഗം ഉണ്ടാകുന്നു എന്നറിയാം. നമ്മൾ ഒരാൾക്ക് മാസത്തിൽ ഡയാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 25,000 to 30,000 റുപ്പീസാണ്. അതേസമയം പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു മാസം 2,000 താഴെ രൂപ മാത്രമേ വരുന്നുള്ളൂ. എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ തീർച്ചയായിട്ടും വൃക്കയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അല്ലേ. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.